ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ ഇടയായിത്തീർന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഈ പ്രഭാതകാലം നാം കേൾക്കാനിടയായിത്തീർന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ ഇടയായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ, നാം വളരെ ശ്രദ്ധിക്കുക. തിരുവചനങ്ങളിൽ ആദ്യോടൊന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ഭക്തനായ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവരായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം അവൻ അഭിമുഖീകരിക്കുന്ന സെയിം ടൈം തന്നെ, അതേ സമയത്ത് തന്നെ ഒരുവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ തന്നെ അതിന് പരിഹാരത്തെയും സർവശക്തനായ ദൈവം കണ്ടിട്ടാണ് ആ പ്രശ്നത്തെ ഭക്തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം അലോ ചെയ്യുന്നത്. നോക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ 40 ദിനരാത്രങ്ങളിൽ നിൽക്കാതെ മഴ പെയ്യുന്ന സമയത്ത്, നോഹയുടെ കാലഘട്ടത്തിൽ ആ മഴയ്ക്ക് പരിഹാരമായിട്ട് ഒരു പെട്ടകത്തെ നോഹയെ കൊണ്ട് പണി കഴിപ്പിച്ചതിന് ശേഷമാണ് സർവശക്തനായ ദൈവം മഴയെ അലോ ചെയ്യുവാൻ അല്ലെങ്കിൽ മഴ പെയ്യുവാൻ അനുവദിക്കാൻ ഇടയായി തീർന്നത്. അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിലും നോക്കുക, മോറിയ മലമുകളിൽ തൻ്റെ മകനെ യാഗം കഴിക്കാനായിട്ട് സർവശക്തനായ ദൈവം പറയുന്ന ടൈമിൽ തന്നെ മോറിയയുടെ മലമുകളിൽ ഒരു ആട്ടുകൊറ്റനെ സർവശക്തനായ ദൈവം അവന് വേണ്ടി കരുതിയിരുന്നു, അല്ലെങ്കിൽ അബ്രഹാം പിതാവിന് വേണ്ടി കരുതിയിരുന്നു. അപ്പോൾ ഒരു വിഷയം തൻ്റെ ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സെയിം ടൈം തന്നെ, ദൈവം അലോ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ പരിഹാരത്തെയും സർവശക്തനായ ദൈവം കണ്ടിരുന്നു. പരിഹാരം കാണാതെ ഒരു വിഷയത്തെയും സർവശക്തനായ ദൈവം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അലോ ചെയ്യുകയില്ല. വിശ്വസിക്കുക, നാം ഒരു വിഷയത്തെ കാണുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഒരു പ്രശ്നത്തെ നാം അഭിമുഖീകരിക്കുന്നതിന് മുന്നേ തന്നെ സർവശക്തനായ ദൈവം ആ വിഷയത്തെ കണ്ടിട്ടുണ്ട്. ദൈവം ആ വിഷയത്തെ കണ്ടിട്ടുണ്ട്, ദൈവം ആ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ആ വിഷയത്തിന് മേൽ ഒരു പരിഹാരത്തെയും കണ്ടിട്ടുണ്ട്. ക്ഷാമം ദേശത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഭക്ഷണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നില്ലാതെ ഗത്യന്തമില്ലാതെ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ്റെ കളപ്പുര ശൂന്യമാകാതെ ഇരിക്കുന്നു. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായത് കൂടാതെ ഇസഹാക്കിൻ്റെ കാലത്തും ശക്തമായൊരു ക്ഷാമം ഉണ്ടാകുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇസഹാക്ക് ആ ആണ്ടിൽ വിതയ്ക്കാൻ ഇടയായി തീർന്നു. 30, 60, 100 മേനി കൊയ്യാനിടയായിത്തീർന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഒരു വിഷയത്തിന് മുൻപിലാകുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അസാധ്യതകളല്ല വെളിപ്പെടുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ട് അവൻ സ്നേഹിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ അവനിൽ കൂടെ വെളിപ്പെടുത്താൻ സർവശക്തനായ ദൈവം മതിയായവരാണ്. അതെ, തിരുവചനം പറയുന്നു, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഒന്നും കൂടെ നമ്മുടെ വചനത്തോട് ചേർന്ന്, സന്ദേശത്തോട് ചേർന്ന് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ആ ക്ഷാമകാലത്തിൽ അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തെ സേവിക്കാത്ത ഒരു കൂട്ടം എങ്ങനെയാണ് മുൻപോട്ട് ജീവിതം നയിക്കേണ്ടതെന്നറിയാതെ ക്ഷാമം നിമിത്തം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ്റെ തലമുറ, അതേ ഒരുവൻ്റെ കുടുംബം യാതൊരു കുറവുമില്ലാതെ ആ ക്ഷാമകാലത്തും ക്ഷേമമായി സർവശക്തനായ ദൈവം പരിപാലിക്കുന്ന ഒരു സാഹചര്യം. അതേ, വചനം സത്യമാണ് നമ്മളോട് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ ഇടയായിത്തീരുന്നു. എന്താണ് ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും, ദൈവത്തെ ആരാധിക്കുക എന്നതത്രേ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്, എന്താണ് ആരാധന എന്ന് പറയുന്നത്? നോക്കുക, നാം നമ്മുടെ ദേശത്തിലൊക്കെ പല ഫ്ലെക്സ് ബോർഡുകൾ കാണാറുണ്ട്, അല്ലെങ്കിൽ പല വ്യക്തിത്വങ്ങളെ നാം പറയാറുണ്ട്, ഇവൻ ഇന്ന ചലച്ചിത്ര താരത്തിൻ്റെ ആരാധകരാണ്. ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ പറയും, അവർ ഇന്ന ടീമിൻ്റെ ആരാധകരാണ്, ഇന്ന വ്യക്തിത്വത്തിൻ്റെ ആരാധകരാണ്. അവിടെ ശബ്ദം ഉയരുന്നില്ലല്ലോ, അവിടെ കയ്യടി ഉയരുന്നില്ലല്ലോ, അവിടെ കീബോർഡിൻ്റെയും തമ്പേറിൻ്റെയും ബാക്ക്ഗ്രൗണ്ട്
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊന്നുമില്ലല്ലോ. എങ്കിലും നമ്മൾ പറയാറുണ്ട് ചിലരുടെ ആരാധകരാണെന്ന്. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം മാത്രമല്ല. അപ്പോൾ ശബ്ദത്തേക്കാൾ ഉപരിയായി വെളിപ്പെടുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഔന്നിത്യ ഭാഷയാണ് ആരാധന എന്ന് പറയുന്നത്. ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് ലവ്. അതൊരിക്കലും 3 മണിക്കൂർ കൊണ്ട് തീരുന്നില്ല. അത് സൺഡേ പൊങ്ങിയിട്ട് സൺഡേ താഴ്ന്നിട്ട് ഫ്രൈഡേയിൽ വീണ്ടും അടുത്തൊരു ഉപവാസ പ്രാർത്ഥനയിൽ മാത്രം പൊങ്ങി വരുന്ന അന്തർവാഹിനിയെ പോലെയുള്ളതല്ല ആരാധന എന്ന് പറയുന്നത്. 24 hours 24 മണിക്കൂറും 7 ദിവസവും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രഭാതകാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർ ആ വെളിപ്പാട് പിടിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതേ സ്തോത്രം. ശബ്ദം മാത്രം അല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധനയിൽ ശബ്ദമുണ്ട്, എന്നാൽ ശബ്ദം മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. അത് സ്നേഹത്തിൻ്റെ ഔന്നിത്യ ഭാഷയത്രേ. അതൊരു പ്രശ്നം കൊണ്ട് അവസാനിക്കുന്നില്ല, അതൊരു പ്രതിസന്ധിയിൽ അവസാനിക്കുന്നില്ല, അതൊരു പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ മുൻപിൽ അവസാനിക്കുന്നില്ല. ഇന്ന് പ്രഭാതകാലം ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ആരാധന. അതേ സ്തോത്രം. കാരാഗ്രഹത്തെ തകർക്കുവാൻ കഴിയുന്നതത്രേ, ചങ്ങലകളെ ഉടച്ചു കളയുവാൻ കഴിയുന്നതത്രേ യേശുവിൻ്റെ നാമത്തിൽ. അതേ എരിഹോ മതിലുകളെ തകർക്കുവാൻ കഴിയുന്നതത്രേ, ചെങ്കടലിനെ വിഭജിക്കുവാൻ കഴിയുന്നതത്രേ. അതേ സ്തോത്രം. മാറയെ മധുരമാക്കാൻ കഴിയുന്നതത്രേ ആരാധന എന്ന് പറയുന്നത്. അതേ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളെ പ്രഭാതകാലം മനസ്സിലാക്കുക. സ്നേഹത്തിൻ്റെ ഔന്നിത്യ ഭാഷയായ ആരാധന ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അതേ നോക്കുക. സ്തോത്രം. നിനക്ക് മുൻപിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ ഇടയായിത്തീരും. സകലതും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ ഇടയായിത്തീരും. ഇന്ന് പ്രഭാതകാലം ആ ഒരു ഉറപ്പോടുകൂടെ നമുക്ക് ആരംഭിക്കാം. അതെ, ഞാൻ ദൈവത്തിൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവളായതുകൊണ്ട് എനിക്ക് മുൻപിൽ വെളിപ്പെടുന്നത് സകലതും നന്മയ്ക്കായി സർവശക്തനായ ദൈവം കൂട്ടിവരുത്താൻ ഇടയായിത്തീരും. സകലതും നന്മയ്ക്കായിട്ട് കൂട്ടിവരുത്താൻ ഇടയായിത്തീരും. ഈ പ്രഭാതകാലം ആ പ്രത്യാശയോടെ പ്രാർത്ഥനയിൽ നമുക്ക് ആരംഭിക്കാം. ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചന സന്ദേശത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതകാലത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് സകലതും നന്മയ്ക്കായി അങ്ങാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ ഈ പ്രഭാതകാലം ആ ഒരു ഉറപ്പോടുകൂടെ മുൻപോട്ട് ചലിക്കാൻ കർത്താവിൽ ഞങ്ങളെ ബലപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.